പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അയൽവാസികളൊക്കെ പറഞ്ഞത് ആ കുട്ടീനെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം പിന്നെ ആ കുട്ടീനെ പുറത്ത് കാണില്ല. 2-3 മാസത്തിന് ശേഷം ഭയങ്കര ടെൻഷന് ആയിട്ട് കുട്ടി പുറത്തിരിക്കൽ തന്നെ ഇല്ല. വീട്ടുകാരും ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടികൾക്കും വരാൻ പാടില്ല. കുട്ടിക്ക് നീതി കിട്ടണം, എനിക്കതേ പറയാനുള്ളൂ. ഞാൻ അവരെ കൂടെ എപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പൊരുതാൻ തയ്യാറാണ്. നമസ്കാരം. നിറം കുറവാണ് എന്നതിന്റെ പേരിൽ തന്റെ ഭർത്താവിൽ നിന്ന് നിരന്തരം മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിനിയായ ഷഹാന മുംതാസ് എന്ന 19 വയസ്സുകാരിയാണ് കഴിഞ്ഞ 1 വർഷക്കാലമായി തന്റെ ഭർത്താവിൽ നിന്ന് നിൽക്കേണ്ടി വന്ന നിരന്തരമായ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്തത്. 2024 മെയ് മാസം 27-ാം തീയതിയായിരുന്നു ഷഹാനയും മലപ്പുറം മൊറയൂർ സ്വദേശിയായ അബ്ദുൽ വാഹിദും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ ഇരുവരും ഒന്നിച്ചായിരുന്നു. ആ സമയങ്ങളിൽ രണ്ടുപേർക്കുമിടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷം അബ്ദുൽ വാഹിദ് ഗൾഫിലേക്ക് പോകുന്നു. അവിടെ എത്തിയതിനു ശേഷം ഫോണിലൂടെ തന്റെ ഭാര്യയായ ഷഹാന മുംതാസിനെ നിരന്തരം അപമാനിക്കുകയായിരുന്നു ഇയാൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഷഹാന മുംതാസിന് നിറം കുറവാണെന്നും അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയില്ല എന്നും ഒക്കെ പറഞ്ഞ് നിരന്തരമായി ഇയാൾ അപമാനിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം അവസാനത്തിലാണ് ആ പെൺകുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കാനിടയായത്. ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഷഹാന മുംതാസിന്റെ വീട്ടുകാരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുടെ മൃതദേഹം അവർ സംസ്കരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിലേക്ക് അവർ തുടർന്ന് നീങ്ങുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികൾ അവളുടെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെയും നിരന്തരമായ പീഡനങ്ങൾ സഹിക്കാനാവാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറായ ഫൗസിയ ബാബു നമ്മളോട് സംസാരിക്കുന്നു. ഇതൊരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടികൾക്കും വരാൻ പാടില്ല. ഇനിയൊരു നീതി, ആ കുട്ടിക്ക് നീതി കിട്ടണം, എനിക്കതേ പറയാനുള്ളൂ. ഞാൻ അവരെ കൂടെ എപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പൊരുതാൻ തയ്യാറാണ്. പിന്നെ നല്ലൊരു മോളാണ്. ആ മോള് നല്ല പഠിക്കണ മോളാണ്. SLCക്കും ഫുൾ A+ ആണ്. ഞാൻ സമ്മാനമൊക്കെ കൊടുത്തതാണ്. +2 ഫുൾ A+ ആണ് സമ്മാനം കൊടുത്തത്. നല്ല ആക്റ്റീവായൊരു മോളേനെ. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അയൽവാസികളൊക്കെ പറഞ്ഞത് ആ കുട്ടീനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഈ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം പിന്നെ ആ കുട്ടീനെ പുറത്ത് കാണില്ല. 2-3 മാസത്തിന് ശേഷം ഭയങ്കര ടെൻഷന് ആയിട്ട് കുട്ടി പുറത്തിരിക്കൽ തന്നെ ഇല്ല. വീട്ടുകാരും ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. ഇത് തന്നെ കളറില്ല, ഇതേമാതിരി ഇംഗ്ലീഷ് പറയാനറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മോനെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കിയിരിക്കണം കുട്ടീനെ. അതിപ്പോൾ നമുക്ക് മനസ്സിലായി 21-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തില് നിറം കുറവാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയാനറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു ആളെ ഇത്തരത്തിൽ എന്താ പറയുക മോശമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഒരിക്കലും. ഏതായാലും ഇനി ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇല്ല, ഈ ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. ഇപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാര് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഷഹാന മുംതാസിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും കൊണ്ടോട്ടിയിൽ തന്നെയുള്ള പഴയങ്ങാടി ജുമാ മസ്ജിദിൽ ഖബറടക്കുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് 1000 സ്വപ്നങ്ങളുമായി കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാനസിക പീഡനമാണെങ്കിലോ, നിറം കുറഞ്ഞു എന്നതിന്റെ പേരിൽ, ഉയരം കൂടി കുറഞ്ഞു, തടി കൂടുതലാണ് കുറവാണ് എന്നതിൻ്റെയൊക്കെ പേരിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന കമന്റുകൾ ശരീരനിന്ദ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്, അഥവാ ബോഡി ഷെയ്മിങ്. നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ നാം പോലും വിചാരിക്കാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഷഹാന മുംതാസ്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനത്തെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണരുത്. അവരതിന് ഉചിതമായ ശിക്ഷാ നടപടികൾ നേരിടുക തന്നെ വേണം. ആ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ നന്നായി പഠിക്കുന്ന, ഭാവിയിൽ ആരെങ്കിലും ഒക്കെ ആയിത്തീരേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് 19-ാമത്തെ വയസ്സിൽ സ്വന്തം കിടപ്പുമുറിക്കകത്ത് ഹോമിക്കപ്പെട്ടത്. കൊണ്ടോട്ടിയിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.